ഹലോ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സസ്റ്റൈനബിൾ എനർജി പ്രോസസ്സസ് എന്ന സബ്ജക്റ്റിലെ മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ MHD എന്ന് പറയുന്നത് മോഡ്യൂൾ 6 വരുന്ന ടോപ്പിക്കാണ്. മോഡ്യൂൾ 6 തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ MHD എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത് മാഗ്നറ്റിസത്തിന്റെയും അതേപോലെ തന്നെ ഒരു ഫ്ലൂയിഡിന്റെയും കോമ്പിനേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റിയും ഹീറ്റും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പൈൻഡ് സിസ്റ്റമാണ് മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നെറ്റോ മീൻസ് മാഗ്നറ്റിക് ആൻഡ് ഹൈഡ്രോ മീൻസ് ഫ്ലൂയിഡ്. അതായത് എ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു makes the MHD system works. അതായത് മാഗ്നറ്റിസത്തിന്റെയും ഫ്ലൂയിഡിന്റെയും, ഹൈഡ്രോ എന്ന് പറയുന്ന ഫ്ലൂയിഡ് ആണ്, അപ്പോൾ ഫ്ലൂയിഡിന്റെയും ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കൺവെൻഷണൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ സിസ്റ്റംസ് ആയ തെർമൽ പവർ പ്ലാന്റ്സ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, ഇവയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോപ്പുലാരിറ്റി റീസെന്റ് ആയിട്ട് വളരെയധികം കൂടി വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളും മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം ഒരു അൺഇന്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈക്കായിട്ടും മറ്റുമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിളാണ് എടുത്തു വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു ഡയഗ്രത്തിന്റെ ഹെൽപ്പോടെ മനസ്സിലാക്കാം. അപ്പോൾ മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു MHD ബോക്സ് ആണ്. അപ്പോൾ MHD ബോക്സിന്റെ ഒരു ലേഔട്ട് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്കിവിടെ കാണാം ഒരു നോർത്ത് പോള്, ഒരു സൗത്ത് പോൾ, അതായത് നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഈ ബോക്സിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ രണ്ട് ഇലക്ട്രോഡ്സും രണ്ട് സൈഡിലായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഈ MHD ബോക്സിലേക്ക് പ്ലാസ്മ സ്റ്റേറ്റ് അല്ലെങ്കിൽ അയോണൈസ്ഡ് ഫോമിലുള്ള ഒരു ഫ്ലൂയിഡ് കടത്തിവിടുകയാണ്. അങ്ങനെ നമ്മൾ കടത്തിവിടുകയാണെങ്കിൽ നമ്മൾ ഈ അയോൺസ്, അതായത് അയോണൈസ്ഡ് ഫ്ലൂയിഡിലുള്ള അയോൺസ് പോസിറ്റീവും നെഗറ്റീവും ആയിരിക്കും. അപ്പോൾ അത് ഈ ഇലക്ട്രോഡ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇതുവഴി ഈ ബോക്സിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ ഇലക്ട്രിസിറ്റി ജനറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി ജനറേഷനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് ആണ്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിനൊരു ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ, അതായത് നോർത്ത് പോൾ സൗത്ത് പോൾ രണ്ട് ഇലക്ട്രോഡ്സിന്റെ കോമ്പിനേഷൻ ആണ് ഇലക്ട്രിസിറ്റി ജനറേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റത്തിൽ നമ്മളൊരു ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അത് അയണൈസ്ഡ് ഫോം അല്ലെങ്കിൽ പ്ലാസ്മ സ്റ്റേറ്റിലാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എയർ യൂസ് ചെയ്യുന്നുണ്ട് ഫ്ലൂയിഡായിട്ട്, അതേപോലെ തന്നെ ഹീലിയം, പിന്നെ ആർഗൺ, ഇതെല്ലാം തന്നെ മാഗ്നെറ്റോ ഹൈഡ്രോഡൈനാമിക് സിസ്റ്റം അല്ലെങ്കിൽ MHD സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്സ് ആണ്, ഡിഫറെന്റ് ഫ്ലൂയിഡ്സ് ആണ്. നമുക്ക് അതിന്റെ തിയററ്റിക്കൽ സൈഡിലേക്ക് പോവാം. We have an MHD chamber on which two poles are magnetic, north and south, and two sides are cathode and anode, means positive and negative. The north and south pole give magnetic field, and these cathode and anode attract these ions towards itself. When plasma or ionized gas is passed through this chamber, then an electric current will be generated in this working fluid. Here this gas is used as electrical conductor. Electric current will be generated in gas, and ions will go towards respective electrodes, and DC power will be produced, and it will be further converted to AC power supply. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ ഒരു തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് നമ്മൾ MHD സിസ്റ്റം, അതായത് ഇതിന്റെ കോർ കമ്പോണന്റ് ആയ MHD ബോക്സിലേക്ക് ഒരു പ്ലാസ്മ സ്റ്റേറ്റിലുള്ള ഫ്ലൂയിഡ് അല്ലെങ്കിൽ അയോണൈസ്ഡ് ഫോമിലുള്ള ഫ്ലൂയിഡിനെ കടത്തിവിടുന്നു. അപ്പോൾ ഈ ബോക്സിന് ഒരു നോർത്ത് പോളും അതേപോലെ തന്നെ ഒരു സൗത്ത് പോളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു ആനോഡും ഒരു കാഥോഡും ഉണ്ടായിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ഇലക്ട്രോഡ്സ് ഉണ്ടായിരിക്കും.
അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ ഫ്ലൂയിഡ് കടത്തി വിടുന്നത് അതിലുള്ള അയോൺസ്, അതായത് പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ഈ ഇലക്ട്രോഡ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും അതുവഴി അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കൂടെ ഉള്ളത് കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം, മാഗ്നറ്റോ MHD ബോക്സിന് ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പവർ എന്ന് പറയുന്നത് DC ആണ്. അപ്പോൾ DC പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മളതിനെ ഒരു ഇൻവെർട്ടർ സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് വരുന്ന സ്ലൈഡുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. MHD സിസ്റ്റം രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ സൈക്കിൾ സിസ്റ്റവും ക്ലോസ് സൈക്കിൾ സിസ്റ്റവും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ ഓപ്പൺ സൈക്കിൾ സിസ്റ്റവും ക്ലോസ് സൈക്കിൾ സിസ്റ്റവും ആണ്. അതായത് MHDയുടെ കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓപ്പൺ MHD സിസ്റ്റം ആണ്. അപ്പോൾ ഇതിന്റെ കമ്പോണൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കമ്പഷൻ ചേമ്പർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു നോസിൽ, ഒരു MHD സിസ്റ്റം. ഇതാണ് ഇതിന്റെ കോർ കമ്പോണന്റ് എന്ന് പറയുന്നത്. MHD സിസ്റ്റം, ഓക്കെ, MHD ബോക്സ്, ഇതാണ് ഇതിന്റെ കോർ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ പ്രിൻസിപ്പൽ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. അപ്പോൾ ഈ ബോക്സ്, അതേപോലെ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു എയർ പ്രീ ഹീറ്റർ, അതുപോലെ തന്നെ ഈ MHD ബോക്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻവെർട്ടർ, അതായത് DC AC ആക്കാനുള്ള ഒരു ഇൻവെർട്ടർ സിസ്റ്റം. പിന്നെ ഇവിടെ ഒരു സീഡ് റിക്കവറി ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്യൂരിഫയർ ഉണ്ട്, ഒരു പ്യൂരിഫയർ, അതേപോലെ തന്നെ ഒരു ചിമ്മിനി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് നോക്കാം. നമ്മൾ കോൾ കമ്പഷൻ ചേമ്പറിലേക്ക് ഫീഡ് ചെയ്യുന്നു. ഇവിടെ ഈ കോളിനെ നമ്മൾ ഓൾമോസ്റ്റ് 6000 ഡിഗ്രി സെൽഷ്യസിൽ ബേൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു അറൌണ്ട് 6000 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതെന്തിനെന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, അതായത് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഓപ്പൺ MHD സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. അപ്പോൾ ഓപ്പൺ MHD സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്യൂവൽ എന്ന് പറയുന്ന എയർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എയർ ഫീഡ് ചെയ്യുന്നുണ്ട്, കംപ്രസ്ഡ് എയർ നമ്മൾ ഈ കമ്പഷൻ ചേമ്പറിലേക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോൾഡ് എയർ കോമ്പിനേഷന് നമ്മൾ 6000 ഡിഗ്രി സെൽഷ്യസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി എയർ പ്ലാസ്മ സ്റ്റേറ്റ് അല്ലെങ്കിൽ അയോണൈസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ പ്ലാസ്മ അല്ലെങ്കിൽ അയോണൈസ്ഡ് ഫോമിലുള്ള ഫ്ലൂയിഡിനെ നമ്മൾ നമ്മുടെ MHD ബോക്സിലേക്ക്, MHD ബോക്സ്, അതായത് ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ്, ഈ ഒരു ബോക്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഫീഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കണ്ടക്ടിവിറ്റി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിന് കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ചില അഡിറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ചില കെമിക്കൽ കമ്പോണൻസ് ആണ്, കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അഡിറ്റീവ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ കണ്ടക്ടിവിറ്റി, അതായത് നമ്മുടെ പ്ലാസ്മ സ്റ്റേറ്റിലുള്ള നമ്മുടെ ഫ്ലൂയിഡിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സീഡിങ് എന്ന് പറയുന്നത്. ഈ സീഡിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു എക്സ്പാൻഷൻ നോസിൽ ഇൻ ബിറ്റ്വീൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെലോസിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഇതിന്റെ നമ്മുടെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി, അതായത് MHD ബോക്സിലേക്ക് അല്ലെങ്കിൽ MHD സിസ്റ്റത്തിലേക്ക് ഫ്ലൂയിഡ് കടന്നു ചെല്ലുമ്പോൾ അതിന് കുറച്ച് വെലോസിറ്റി ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ MHD ബോക്സിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാസ്മ ഫോമിൽ അല്ലെങ്കിൽ അയോണൈസ്ഡ് ഫോമിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് അതായത് ഇലക്ട്രോഡ്സിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി നമ്മൾ ഇൻവെർട്ടറിലേക്ക് എത്തിക്കുകയും അതുവഴി ഇവിടെ ഫോം ചെയ്യുന്നത് ഒരു DC കറണ്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ DC നമ്മൾ AC ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിന്ന് ബാലൻസ് വരുന്ന, അതായത് പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡ് എയർ പ്രീ ഹീറ്റർ യൂസ് ചെയ്ത് നമ്മൾ വീണ്ടും പ്രീ ഹീറ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു സിസ്റ്റത്തിലേക്ക് സപ്ലൈ ആണ് ചെയ്യുന്നത്, അതായത് കമ്പഷൻ ചേമ്പറിലേക്ക് സപ്ലൈ ആണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ഈ വരുന്ന ഫ്ലൂയിഡിൽ നമ്മൾ ആദ്യം ആഡ് ചെയ്ത സീഡിങ് പ്രോസസ്സിൽ ആഡ് ചെയ്ത അഡിറ്റീവ്സിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു സീഡിങ് റിക്കവറി സിസ്റ്റം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സീഡിങ് റിക്കവറി സിസ്റ്റം. അപ്പോൾ ഈ സീഡിങ് റിക്കവറി സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ ഈ അഡിറ്റീവ്സിനെ റിമൂവ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൽ കുറച്ച് ഹസാഡസ് കണ്ടന്റ് ഒക്കെ ഉണ്ട്, അതായത് സൾഫർ പോലുള്ള ഹസാഡസ് കണ്ടന്റ് ഉണ്ട്. അത് റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മളൊരു പ്യൂരിഫയർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ. പ്യൂരിഫയർ സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് പ്യൂരിഫൈ ആയി ചിമ്മിനിയിലൂടെ ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓപ്പൺ MHD സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് ആണ് ഓപ്പൺ MHD സിസ്റ്റം. നമ്മുടെ
അടുത്ത് വരുന്ന ക്ലോസ്ഡ് എമച്ചറി സിസ്റ്റവും ഓൾമോസ്റ്റ് വർക്കിംഗ് സിമിലർ ആണ്. എന്നാൽ ഒന്ന് രണ്ട് കാര്യം അഡീഷണൽ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ തിയറി നോക്കാം. ഓപ്പൺ എമച്ചറി സിസ്റ്റത്തിന്റെ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എയർ ആണ്. കാരണം ക്ലോസ്ഡ് എമച്ചറി സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഗണോ ഹീലിയം ആണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ എമച്ചറി സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എയർ ആണ്. Okay, after burning of coal, combustor will produce hot gas. Compressor will supply air to combustion. Then here air will get heated to 6000 degrees Celsius. 6000 degrees Celsius. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ 6000 ഡിഗ്രി സെൽഷ്യസ് യൂസ് ചെയ്യുന്നതിന് കാര്യം എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലേക്ക് നമ്മുടെ ഫ്ലൂയിഡിനെ കൺവേർട്ട് ചെയ്യാനാണ്. ആൻഡ് കൺവേർട്ടഡ് ടു പ്ലാസ്മ ഓർ അയണൈസ്ഡ് ഗ്യാസ്. ദെൻ ദി അയണൈസ്ഡ് ഗ്യാസ് വിൽ ബി സപ്ലൈഡ് ടു MHD. In MHD, respective ions move to respective electrodes and thus electric current generation will take place. And an inverter system is used to convert DC, which is produced inside this system, to AC. Okay. So, അപ്പോൾ നമ്മുടെ പവർ ജനറേഷൻ DC ഫോമിലാണ്, അതിനെ നമ്മൾ AC ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. The remaining gases will move towards air preheater to seed recovery to purifier and then to chimney. അത് നമ്മുടെ ഡയഗ്രത്തിൽ കാണിച്ചിരുന്ന പോലെ ആ ഒരു ഓർഡറിൽ നമ്മൾ റിമൈനിങ് ഗ്യാസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന് നമ്മൾ ഓരോ കമ്പോണൻസിന്റെയും ഫംഗ്ഷൻ ആണ് പറയുന്നത്. പ്രീ ഹീറ്റർ എന്ന് പറയുന്നത് ടു പ്രീ ഹീറ്റ് ചെയ്യാൻ. ദെൻ സീഡ് റിക്കവറി, ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് എക്സ്ട്രാ അഡിറ്റീവ്സ് ആഡഡ് ഫോർ ഇംപ്രൂവിംഗ് കണ്ടക്ടിവിറ്റി ഓഫ് ഗ്യാസസ്. ദെൻ പ്യൂരിഫയർ ഈസ് യൂസ്ഡ് ഫോർ റിമൂവിംഗ് ഹസാർഡസ് ഗ്യാസസ്. ആൻഡ് ചിമ്മിനി ആക്ട് ആസ് ആൻ എക്സോസ്റ്റ് ഓഫ് വേസ്റ്റ് ഗ്യാസസ്. അപ്പോൾ ഇതാണ് ഓരോ കമ്പോണൻസിന്റെയും ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ക്ലോസ്ഡ് എമച്ചറി സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓൾമോസ്റ്റ് കമ്പോണൻസ് എല്ലാം സിമിലർ ആണ്. കമ്പോണൻസ് നിങ്ങൾ ഈ ഒരു ലേഔട്ടിൽ, അതായത് ഈ ഒരു ലേഔട്ടിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ ഒരു സിസ്റ്റം മാത്രമാണ്. ഇതാണ് ക്ലോസ്ഡ് എമച്ചറി സിസ്റ്റത്തിന് ഓപ്പൺ എമച്ചറി സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ ഇവിടെ കമ്പഷൻ ചേമ്പറിലേക്ക് കോള് ഫീഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു നോസിലുണ്ട്, അതേപോലെ തന്നെ ഒരു സീഡിങ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ടാണ് നമ്മൾ ഇവിടെ സീഡിങ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് അയോണൈസ്ഡ് ഫോമിലുള്ള ഫ്ലൂയിഡ് നമ്മൾ MHD ചേമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് ആർഗൺ അല്ലെങ്കിൽ ഹീലിയമാണ്. അപ്പം ഈ ആർഗൺ അല്ലെങ്കിൽ ഹീലിയം കൺവേർഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ കമ്പഷൻ ചേമ്പറിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ആർഗനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ കൺവേർട്ട് ചെയ്ത് അയോണൈസ്ഡ് ഫോമിലേക്ക് അല്ലെങ്കിൽ പ്ലാസ്മ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ആ അയോണൈസ്ഡ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആർഗൺ ഫ്ലൂയിഡിനെയാണ് നമ്മൾ MHD ചേമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ DC പ്രൊഡക്ഷൻ ഉണ്ടാകുന്നു, DC കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ നമ്മൾ ഇൻവെർട്ടർ സിസ്റ്റം യൂസ് ചെയ്ത് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ പഴയ ഓപ്പൺ MHD സിസ്റ്റത്തിന്റെ അതേ വർക്കിംഗ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് റിമൈനിങ് ആയിട്ടുള്ള ഗ്യാസസ് കണ്ടിന്യൂസ് ആയിട്ട് ഈ കമ്പോണൻസ് എല്ലാം കടന്നു പോകുന്നു. അതായത് എയർ പ്രീ ഹീറ്റർ, അത് കഴിഞ്ഞിട്ട് സീഡ് റിക്കവറി. സീഡ് റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സീഡിങ് പ്രോസസ്സിൽ ആഡ് ചെയ്ത അഡിറ്റീവ്സ് റിമൂവ് ചെയ്യാനായിട്ടാണ് സീഡ് റിക്കവറി യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പ്യൂരിഫയർ, അതായത് ഹസാർഡസ് ആയിട്ടുള്ള ഗ്യാസസ് കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട് അതിനുശേഷം ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പഴയ ഒരു സൈക്കിൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത്, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ്, ഇലക്ട്രിക് പ്രൊഡക്ഷന്റെ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് പാസ് ചെയ്യുന്നു. അതുവഴി ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് ആ ഹീറ്റ് നമ്മളൊരു ടർബൈൻ റൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതുവഴി ഒരു ടർബൈൻ ജനറേറ്റർ സിസ്റ്റം യൂസ് ചെയ്ത് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സിസ്റ്റത്തിന്റെ എൻറ്റയർ എഫിഷ്യൻസി കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഒരു അഡീഷണൽ അല്ലെങ്കിൽ ഈ ഒരു പാരലൽ സൈക്കിൾ യൂസ് ചെയ്തിട്ട്. ഇതൊരു പാരലൽ സൈക്കിൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പാരലൽ സൈക്കിൾ യൂസ് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിന്റെ എൻറ്റയർ എഫിഷ്യൻസി കൂട്ടുകയാണ്. അതായത് ഇവിടെ ഒരു അഡീഷണൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ കൂടെ നടക്കുകയാണ്. അതായത് വേസ്റ്റ് ആയിട്ട് വരുന്ന ഹീറ്റിനെ നമ്മൾ ഇവിടെ വീണ്ടും റീയൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈക്കിളാണ് നമ്മുടെ ക്ലോസ്ഡ് MHD സിസ്റ്റത്തെ ഓപ്പൺ MHD സിസ്റ്റത്തിൽ നിന്ന്
വേറിട്ട് നിർത്തുന്നത് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തിയറി സൈഡിലേക്ക് പോവാം. വർക്കിംഗ് ഫ്ലൂയിഡ്, ആർഗൺ ഓർ ഹീലിയം ഗ്യാസ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആർഗൺ അല്ലെങ്കിൽ ഹീലിയം ഗ്യാസ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്നാൽ നമ്മൾ എന്താണ് ഓപ്പൺ MHD സിസ്റ്റത്തിൽ യൂസ് ചെയ്തത് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. ഓക്കെ, ആഫ്റ്റർ ബേണിംഗ് ഓഫ് കോൾ, കമ്പസ്റ്റർ വിൽ പ്രൊഡ്യൂസ് ഹോട്ട് ഗ്യാസ്. കംപ്രസർ വിൽ സപ്ലൈ air to combustor. In combustor, the heat energy will be exchanged with the heat exchanger and argon will get converted to vapor. Okay, അപ്പോൾ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് ഒരു അഡീഷണൽ കമ്പോണന്റ് ആണ്. ഈ ക്ലോസ്ഡ് MHD സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു അഡീഷണൽ കമ്പോണന്റ് ആണ്. Then this ionized argon gas will be supplied to MHD system. In MHD, respective ions move to respective electrodes and thus electric generation will take place. An inverter system is used to convert DC to AC. ഓക്കെ, ബാക്കി എല്ലാം തന്നെ നമ്മൾ ഓപ്പൺ MHD സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് തന്നെയാണ്. The remaining gases will move towards air preheater to seed recovery to purifier and then to chimney. ഓക്കെ, അതും നമ്മുടെ ഒരു പഴയ സൈക്കിൾ തന്നെയാണ്. ഓൾസോ the remaining heat, so ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്. Also the remaining heat is used for generating steam and thereby producing electricity as parallel cycle. Here argon is supplied again and again, okay, to the initial system since it is a closed one. Okay, ഈ രണ്ട് പോയിന്റും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മൾ ഇവിടെ ബാലൻസ് വരുന്ന ഹീറ്റ് വീണ്ടും റീയൂസ് ചെയ്യാണെന്ന് പറഞ്ഞു, അതുവഴി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടത്തുന്നു. ഇത് ഒരു അഡീഷണൽ പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഓപ്പൺ MHD സിസ്റ്റത്തിലാണെങ്കിൽ ആ സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം, ആർഗൺ കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ മാത്രമേ ഈ സിസ്റ്റം വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു ക്ലോസ്ഡ് MHD അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് വർക്കിംഗ് ഫ്ലൂയിഡ് ട്രാൻസ്ഫർ നടന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ബാക്കി നമ്മുടെ കമ്പോണൻസിന്റെ ഫംഗ്ഷൻ ആണ്. പ്രീ ഹീറ്റർ, പ്രീ ഹീറ്റ് ഇയർ. Seed recovery removes extra additives added for improving conductivity of gases. Purifier, other hazardous gas will be removed here, and chimney act as an exhaust. Okay, so ഈ കമ്പോണൻസിന്റെ ഫംഗ്ഷൻ എല്ലാം നമ്മൾ കഴിഞ്ഞ ഓപ്പൺ MHD സിസ്റ്റം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ MHDയുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജിലേക്കാണ് പോകുന്നത്. MHD സിസ്റ്റത്തിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, MHD സിസ്റ്റം, the pollution content is very less, so we can say it is no pollution. Then high productivity, size of plant is very small, better fuel utilization. ഓക്കെ, ഇതെല്ലാം നമ്മുടെ കൺവെൻഷണൽ സിസ്റ്റംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് വരുന്നത്. അതായത് പൊല്യൂഷൻ മറ്റ് നമ്മുടെ തെർമൽ പവർ പ്ലാന്റോ അല്ലെങ്കിൽ അങ്ങനെ കൺവെൻഷണൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ പൊല്യൂഷൻ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഹൈ പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസി വളരെ കൂടുതലാണ്. പ്ലാന്റിന്റെ സൈസ് വളരെ ചെറുതാണ്. അതേപോലെ തന്നെ ഫ്യൂൽ യൂട്ടിലൈസേഷൻ കമ്പാരിറ്റീവ്ലി വളരെ വളരെ കൂടുതലാണ്. അടുത്തതിനുള്ള ഡിസഡ്വാൻറ്റേജസ് ആണ് അടുത്ത് പറയുന്നത്. വർക്കിംഗ് ടെമ്പറേച്ചർ ഈസ് വെരി ഹൈ. വി നോ ദാറ്റ് ഇറ്റ് ഈസ് 6000 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, 6000 ഡിഗ്രി സെൽഷ്യസിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ലോസ് ഓഫ് പവർ ഈസ് ഹൈ. ഈ വർക്കിംഗ് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വളരെ കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് പവർ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതേപോലെ തന്നെ കമ്പോണന്റ് കൊറോഷനും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പൊ ഇത് രണ്ടും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ വളരെ കൂടിയതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പറയുന്ന രണ്ട് ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, applications in submarines, aircraft, electricity production, then in space applications and in power plants, and that is in power plants for uninterrupted power supply as a subsystem. Okay, ഒരു സബ്സിസ്റ്റം ആയിട്ട് നമ്മൾ എന്താണ് പവർ കണ്ടിന്യൂസ് ആയിട്ട് പവർ പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ MHD സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സ്പ്ലനേഷൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് നടത്തിയത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആവും, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നടത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഷെയർ ചെയ്യുക, സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്കെല്ലാം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും ടിറ്റ്ലിസ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.